KPCC പ്രസിഡന്റായി കെ സുധാകരൻ മുമ്പ് സ്ഥാനമേറ്റെടുത്തപ്പോൾ കോൺഗ്രസ് അനുഭാവികൾക്കെല്ലാം ഒരു പ്രത്യേക ആവേശം തന്നെയായിരുന്നു. ആർജവമുള്ള ഒരു നേതാവ് വളരെ കാലത്തിന് ശേഷം കോൺഗ്രസിൻ്റെ KPCC സാരഥ്യം ഏറ്റെടുക്കുന്നതിൻ്റെ ആവേശം അവരിലെല്ലാം പ്രകടമായിരുന്നു താനും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ജനങ്ങളും ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു ഈ സ്ഥാനമാറ്റം വരവേറ്റത്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിലുള്ള സുധാകരൻ്റെ ലൈൻ കേരള രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് നിഷ്പക്ഷമായി നോക്കിക്കാണുന്നവർ വരെ ഒരുപക്ഷെ ചിന്തിച്ചിരുന്നിരിക്കാം. എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായി സുധാകരന് വരുന്ന നാക്ക് പിഴവുകൾ, പ്രത്യേകിച്ചും വാർത്താ സമ്മേളനങ്ങളിലെല്ലാം വരുന്ന നാക്ക് പിഴവുകൾ കോൺഗ്രസിനെ നാണക്കേടിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്താൻ വൈകിയതിലുള്ള നീരസത്തിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ നടത്തുന്ന അസഭ്യ പ്രയോഗമാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്. സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിന് കെ സുധാകരൻ എത്തി 10 മിനിറ്റിലേറെ കഴിഞ്ഞിട്ടും സതീശൻ എത്താത്തതിനെ തുടർന്ന് അടുത്തിരുന്ന DCC പ്രസിഡന്റ് ബാബു പ്രസാദിനോട് ഇത് പറഞ്ഞ് അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോഴായിരുന്നു അസഭ്യ പ്രയോഗം നടത്തിയത്. മേശപ്പുറത്തുള്ള ചാനൽ മൈക്കുകൾ ഓൺ ആണെന്ന് ബാബു പ്രസാദും വേദിയിലുണ്ടായിരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാനും ഓർമ്മിപ്പിച്ചതോടെ സുധാകരൻ നിശബ്ദനായി. സംഭവം ചാനലുകളിൽ വാർത്തയായതോടെ സമരാഗ്നിയുടെ ഭാഗമായ ജനകീയ ചർച്ചാ സദസ്സിൽ നിന്ന് സുധാകരൻ നേരത്തെ ഇറങ്ങിപ്പോയതായാണ് റിപ്പോർട്ടുകൾ. ഈ വാർത്തയറിഞ്ഞ VD സതീശൻ തൻ്റെ രാജിസന്നദ്ധത അറിയിക്കുകയും തുടർന്ന് KC വേണുഗോപാൽ ഇരുവരെയും ഫോണിൽ വിളിച്ച് സ്ഥിതി ശാന്തമാക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കുറച്ച് നാളുകൾക്ക് മുമ്പും ഇവർ തമ്മിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ആര് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും എന്ന കാര്യത്തിൽ നടത്തിയ തർക്കം കോൺഗ്രസിനെ നാണക്കേടിൻ്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു. അതെങ്ങനെയാ ഞാൻ പറയുന്നത്? KPCC പ്രസിഡന്റ് നിലക്ക് ഞാൻ തുടങ്ങി വെച്ചോളാം. നമ്മൾ പറഞ്ഞോളൂ. അത് ശരിയല്ല. പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞല്ലോ, അതിന്റെ പറയാനുള്ള വ്യത്യാസം. പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും. അതെന്നെ പറയാം. പ്രസിഡന്റ് പറഞ്ഞല്ലോ, പ്രസിഡന്റ് പറഞ്ഞല്ലോ, എല്ലാ കാര്യവും പറഞ്ഞല്ലോ. ഞാൻ പിന്നെ എന്താ പറയണത്? എല്ലാ കാര്യവും പ്രസിഡന്റ് അതല്ലേ പറഞ്ഞല്ലോ. ഏതായാലും ഈ സംഭവത്തിൽ KC വേണുഗോപാൽ ഇടപെട്ടതിന് പിന്നാലെ ഇരുവരും മാധ്യമങ്ങളെ വെവ്വേറെ കണ്ട് തങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണെന്ന് പരസ്പരം വിശേഷിപ്പിച്ച് തൽക്കാലത്തേക്ക് പ്രശ്നം അടക്കി. എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന സാധാരണ ജനങ്ങൾ ഇതെല്ലാം തൊടാതെ വിഴുങ്ങുവാൻ വിഡ്ഢികളല്ല എന്ന കാര്യം നേതാക്കന്മാർ മനസ്സിലോർക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും. നേതൃത്വ സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികൾ കുറച്ചുകൂടി പക്വമായ രീതിയിലുള്ള പെരുമാറ്റം പ്രത്യേകിച്ച് പൊതുസദസ്സിൽ വെച്ചെങ്കിലും നടത്തേണ്ടത് അനിവാര്യമായ ഒരു വസ്തുതയാണ്. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നിലവിലുള്ള സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാൻ വേണ്ട അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും അതുപയോഗിക്കാതെ നിരുത്തരവാദപരമായ രീതിയിൽ നടത്തുന്ന പ്രതികരണങ്ങൾ പാർട്ടിയെ അവകാശമാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും നേതാക്കന്മാർ ഓർത്തിരിക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കും.